ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങളാരും അധികം ട്രൈ ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇതേ രീതിയിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഫസ്റ്റ് വേണ്ടത് വെജിറ്റബിൾസ് ആണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസും ഇതേ രീതിക്ക് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പം ഫസ്റ്റ് ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 2 സവാള കേട്ടോ ഇതേ രീതിയിൽ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഗോൾഡൻ കളർ ആവുന്ന രീതിയിൽ തന്നെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് കോരി മാറ്റാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ആ എണ്ണയിലേക്ക് തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ, അതൊന്ന് ഇതേപോലെ ഒരു 2-3 മിനിറ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ പൊട്ടാറ്റോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതും അതേപോലെ തന്നെ ഒന്ന് സോർട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്കായാൽ മതിയാവും. പിന്നെ നമ്മൾ ഇവിടെ നീളത്തിലുള്ള പയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ യൂസ് ചെയ്യാം. ഒരു പാത്രത്തിൽ നല്ലപോലെ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് സ്പൈസസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പട്ട, ഏലക്കായ, അതുപോലെ ഗ്രാമ്പൂ, ബേ ലീവ്സ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബസ്മതി റൈസ് നല്ലപോലെ കൈകി ഊറ്റിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ എടുക്കുന്ന അരിനേക്കാളും അളവിൽ ഡബിളിലും അധികമായിട്ട് വെള്ളം എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഓയിലും കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഒരു 70% വേവാകുമ്പോൾ നമുക്ക് ഊറ്റി മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതുപോലെ ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളിയും കൂടി നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി എടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള എടുത്തിട്ട് കൊടുക്കാം. അതിൽ കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കോളിഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1/2 കപ്പ് തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടിയും ചേർത്ത് കൊടുത്ത് ഒരു 1/4 കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചോറ് മൊത്തമായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ദമ്മ് ചെയ്തെടുക്കും പോലെ ചെയ്യുകയാണ് ചെയ്യുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ചാലിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയും കാഷ്യൂ നട്ട്സും റൈസിൻസും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണേൽ കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്തിട്ട് നല്ലപോലെ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ആ ഒരു അളവിൽ കുക്ക് ചെയ്ത് കിട്ടണം കേട്ടോ. 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഇത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അതിന് ശേഷം കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, താങ്ക് യു.